ഭിന്നശേഷിക്കാരായ കുട്ടികളെ ചേർത്തുപിടിച്ച് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായി ആലക്കോട് പഞ്ചായത്തിലെ നെല്ലിപ്പാറയിൽ ഭിന്നശേഷി തെറാപ്പി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. മലയോര മേഖലയിൽ ആദ്യമായാണ് ഇത്തരമൊരു സംരംഭം യാഥാർത്ഥ്യമാകുന്നത്. ഈ കാരുണ്യ പ്രവർത്തനത്തിന് ആദ്യ കൈത്താങ്ങുമായി ആലക്കോട് പൈതൽ വാലി ലയൺസ് ക്ലബ്ബ് മാതൃകയായി. സെന്ററിലെ കുട്ടികൾക്കാവശ്യമായ പഠനോപകരണങ്ങളും വിനോദത്തിനുള്ള കളിപ്പാട്ടങ്ങളും ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആലക്കോട് പഞ്ചായത്ത് അധികൃതർക്ക് കൈമാറി. പ്രിയപ്പെട്ടവരെ, ആലക്കോട് പഞ്ചായത്തിൻ്റെ കീഴിൽ ദൈവത്തിൻ്റെ പ്രത്യേക സൃഷ്ടികളായ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി ഒരു തെറാപ്പി സെൻറ്റർ തുടങ്ങണമെന്ന് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഏകദേശം 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് നെല്ലിപ്പാറയിൽ ഒരു വാടക കെട്ടിടത്തിൽ ഏകദേശം 20ഓളം കുട്ടികൾക്ക് വേണ്ടി ഒരു തെറാപ്പി സെൻറ്റർ ആരംഭിക്കാൻ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഒത്തിരി നല്ല ആൾക്കാരുടെ സഹായങ്ങൾ ഉണ്ടായി. ഇനിയും നല്ല നല്ല ആൾക്കാരുടെ സഹായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ബിന്നി മാത്യു, ഷിബു തേവരോലിക്കൽ, MR ജോയിച്ചൻ എന്നിവർ ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ബാബു, വൈസ് പ്രസിഡന്റ് PC ആയിഷ എന്നിവർക്ക് ഉപകരണങ്ങൾ കൈമാറി. ആലക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായ ഭിന്നശേഷി തെറപ്പി സെൻറ്ററിലെ സ്പീച്ച് തെറപ്പിസ്റ്റാണ് ഞാൻ. സ്പീച്ച് തെറപ്പിയിൽ നമ്മൾ പ്രധാനമായും നൽകുന്ന സേവനങ്ങൾ സ്പീച്ചും ലാംഗ്വേജിലുള്ള സേവനങ്ങളാണ്. സ്പീച്ച് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉച്ചാരണ ശുദ്ധിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ശബ്ദം പുറപ്പെടുവിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ വിക്ക്, അതുപോലെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുപോലെ തന്നെ ഭാഷയിൽ ഓരോ പ്രായത്തിലും കുട്ടികൾ സംസാരിക്കേണ്ട ഭാഷയുണ്ട്, അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട വാക്കുകളുണ്ട്. അതിനെക്കുറിച്ചുള്ള ബോധ്യം ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടാകേണ്ടതാണ്. അപ്പം ഓരോ വയസ്സിലും അവരവരുടെ കുട്ടികൾ എത്രത്തോളം മനസ്സിലാക്കുന്നു, അതുപോലെ തന്നെ എത്രത്തോളം അവർക്ക് സംസാരിക്കാൻ പറ്റുന്നു എന്ന് നിങ്ങൾ എപ്പോഴും മോണിറ്റർ ചെയ്യേണ്ടതാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ബാക്കി പിള്ളേരെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുട്ടി സംസാരിക്കുന്നത് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒരു അസസ്മെൻ്റ് എടുക്കാവുന്നതാണ് ഇവിടെ. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ കുട്ടി അവൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള ഭാഷയും മനസ്സിലാക്കുന്നതിനുള്ള അവൻ്റെ പ്രാവീണ്യവും കറക്റ്റാണോ അല്ലയോ എന്നുള്ളത്. ആലക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി തെറാപ്പി സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ് ഞാൻ. ഇവിടെ കുട്ടികൾക്ക് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അതുപോലെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും വേണ്ടിയിട്ട് നമ്മൾ തെറാപ്പി ഒരുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കുട്ടികളെ പ്രത്യേകമായി IEP-യിലൂടെ അസസ്മെൻറ്റ് ചെയ്ത് ഗോളുകൾ സെലക്ട് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് തെറാപ്പി പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റി ആയിട്ടുള്ള കുട്ടികൾ വരുന്നുണ്ട്, ഓട്ടിസം ഉള്ള കുട്ടികളുണ്ട്, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ADHD ആയിട്ട് വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ അവർക്ക് തെറാപ്പി പ്രൊവൈഡ് ചെയ്യുകയാണ്. അതുപോലെ നമുക്ക് ഇവിടെ ഫ്രൈഡേയിൽ നമ്മൾ ഗ്രൂപ്പ് തെറാപ്പി സെഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ഒരേ കഴിവുകളുള്ള കുട്ടികൾ നമ്മൾ കണ്ടെത്തുകയും അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ണി ആക്ടിവിറ്റീസിലൂടെയും അവർക്ക് പരസ്പരം സോഷ്യൽ ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരമാണ് നമ്മളിവിടെ ഒരുക്കി കൊടുക്കുന്നത്. ഭിന്നശേഷിക്കാരായ ഒട്ടനവധി കുട്ടികൾക്ക് വലിയൊരു പ്രത്യാശയായി മാറുന്ന ഈ തെറാപ്പി സെന്ററിന്റെ വരും ദിവസങ്ങളിലെ സുഗമമായ നടത്തിപ്പിനും കൂടുതൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വലിയ സാമ്പത്തിക സഹായവും പിന്തുണയും ആവശ്യമുണ്ട്. സെന്ററിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം അടുത്ത ദിവസം തന്നെ നടക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഏകദേശം 3-4 ദിവസത്തിനുള്ളിൽ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ആഗ്രഹം. നമുക്ക് ഒരു സ്വന്തമായിട്ടൊരു 10 സെൻറ്റ് സ്ഥലം ആരെങ്കിലും നല്ലവരായ ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തരികയാണെങ്കിൽ നമുക്കത് പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ MLA-യുടെ ഏതെങ്കിലും ഫണ്ടുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ബഡ് സ്കൂൾ തുടങ്ങാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് എല്ലാ നല്ലവരായ ആളുകളുടെയും സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും ഈ സ്കൂളിലെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഇതൊരു വലിയ അനുഗ്രഹമായി മാറാൻ സമൂഹത്തിന് ഒത്തൊരുമിച്ചുള്ള പിന്തുണ അനിവാര്യമാണ്.